നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച ശേഷം അത് ചെയ്യാതെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ മടി പിടിച്ച് മറ്റ് കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആകാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടെന്ന് പറയേണ്ടി വരും. പ്രോക്രാസ്റ്റിനേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച ശേഷം അത് ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോകുന്നതിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എനിക്കും പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പ്രോക്രാസ്റ്റിനേഷനെ മാറ്റിയെടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രോക്രാസ്റ്റിനേഷൻ മാറ്റിയെടുക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് 2 മിനിറ്റ് റൂൾ. പ്രൊഡക്ടിവിറ്റി എക്സ്പെർട്ടായ ഡേവിഡ് അലനാണ് ഈ ഒരു റൂൾ കൊണ്ടുവന്നത്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു ജോലിയും 2 മിനിറ്റ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ എക്സസൈസ് ചെയ്യണമെന്ന് വിചാരിച്ചു, അത് ചെയ്യാതെ ഇരിക്കുന്നതിന് പകരം അത് 2 മിനിറ്റ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കാൻ തീരുമാനിച്ചു, അത് 2 മിനിറ്റ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഈ 2 മിനിറ്റ് റൂൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളൊരു ടാസ്ക് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ആ ടാസ്ക് ചെയ്യാതെ മാറ്റിവെക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടാസ്ക് വലിയ ബുദ്ധിമുട്ടായത് കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടാസ്ക് ചെയ്യാൻ വളരെ മടിയായത് കൊണ്ടാവാം. ഈ കാരണങ്ങൾ കൊണ്ടാവാം നിങ്ങൾ ആ ഒരു ടാസ്കിൽ നിന്നും പിന്മാറുന്നത്. നമ്മളിവിടെ 2 മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടാസ്ക് വളരെ ചെറുതായിട്ടും വളരെ ബുദ്ധിമുട്ട് കുറഞ്ഞതാക്കി മാറ്റുവാനും സാധിക്കും. നിങ്ങൾ ഈ ഒരു ടാസ്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും 2 മിനിറ്റ് മാത്രം ചെയ്യുമെന്ന് വിചാരിച്ച് അത് ചെയ്യാൻ തുടങ്ങുക. നമ്മൾ ആ ഒരു ടാസ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു ടാസ്കിൽ എൻഗേജ്ഡ് ആകുകയും കൂടുതൽ നേരം ആ ഒരു ടാസ്ക് ചെയ്യാൻ നിർബന്ധിതരാകുമെന്നുമാണ് പഠനങ്ങൾ പറയുന്നത്. പ്രോക്രാസ്റ്റിനേഷൻ മാറ്റാനുള്ള മറ്റൊരു സ്റ്റെപ്പാണ് സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെഗറ്റീവ് സെൽഫ് ടോക്ക് റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി. അതായത് എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം എനിക്കത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായി ചെയ്തു തുടങ്ങാൻ സാധിക്കുമെന്ന് പറയാൻ ശ്രമിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാതെ സ്വയം ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അതിൽ മിസ്റ്റേക്സ് ഉണ്ടാകുന്നതും ഇൻപെർഫെക്ഷൻ ഉണ്ടാകുന്നതും ഇതെല്ലാം സ്വാഭാവികമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്ലിയർ ഗോൾസ് ആൻഡ് ഡെഡ് ലൈൻ. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ കൃത്യമായ ഗോൾസും സമയപരിധിയും വെക്കുന്നത് കൊണ്ട് തന്നെ ഫോക്കസ് കൂട്ടുവാനും മോട്ടിവേറ്റഡ് ആയിരിക്കുവാനും നിങ്ങളെ സഹായിക്കുന്നു. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് വ്യക്തമായ ഗോൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ കൂടുതൽ നേരം എക്സസൈസ് ചെയ്യുന്നതിന് പകരം 4 തവണ 45 മിനിറ്റ് എക്സസൈസ് ചെയ്യുമെന്ന് തീരുമാനിക്കുക. നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്, അത് വെള്ളിയാഴ്ച തീർക്കണം. ഇത് നിങ്ങൾ ഘട്ടം ഘട്ടമായി ചെയ്യാൻ ശ്രമിക്കുക. അതായത് അസൈൻമെൻറ്റ് ഫ്രൈഡേ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അസൈൻമെൻറ്റിന് വേണ്ട കാര്യങ്ങൾ ട്യൂസ്ഡേ കംപ്ലീറ്റ് ആക്കുക, വെനസ്ഡേ ഔട്ട്ലൈൻ തയ്യാറാക്കുക, തേഴ്സ്ഡേ അസൈൻമെൻറ്റ് റൈറ്റ് ചെയ്യാൻ തുടങ്ങുക. ഇത് നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്ന കാര്യത്തെ സിമ്പിളാക്കാനും അത് ബുദ്ധിമുട്ടില്ലാതാക്കാനും സഹായിക്കുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഓർക്കുക, പ്രോക്രാസ്റ്റിനേഷൻ വെറും ഒരു ശീലം മാത്രമാണ്. ഏതൊരു ശീലത്തെയും പോലെയും അത് നമുക്ക് മാറ്റാൻ കഴിയും. ഏതൊരു കാര്യവും ചെറുതായി തുടങ്ങുക, സ്ഥിരത പുലർത്തുക, ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.